ചിരിക്കണ്ട. ഓ എന്തൊരു ബഹളമാ, കവല വരെ കേൾക്കാലോ. ഇനിയിപ്പോ എന്നെ പറഞ്ഞോളി, എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? നിങ്ങൾ പറഞ്ഞതൊന്നും അനുസരിക്കാഞ്ഞിട്ടല്ലേ? മതി മതി. ചേട്ടൻ പറഞ്ഞതാ, നല്ല തറവാട്ടുകാരാ. ആവണി നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നേ. പിന്നെ ചേച്ചി, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അല്ല, നീ എങ്ങനെയാ അപ്പൊ പോകുന്നേ? ഒറ്റക്കാണോ? ഏയ് അല്ല, ആവണി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ നിങ്ങൾ പോയിട്ട് വാ. എന്നാ ഞാൻ പോയി റെഡി ആവട്ടെ. ആന്റി വരുമ്പോ ഐസ്ക്രീം വാങ്ങി വരുമോ? വാങ്ങിക്കാം. എനിക്കും. ഇപ്പൊ വാങ്ങിയ തന്നെ. എനിക്ക് മാത്രമേ കൊണ്ടുവരൂ. പിന്നെ നമുക്ക് നോക്കാലോ. നോക്കാനൊന്നുമില്ല, ചേച്ചി കണ്ടോ? രണ്ടാളും ചെടിയൊന്നും പറിച്ചു കളയല്ലേ. ഇല്ലമ്മേ, പുല്ല് മാത്രമേ പറിക്കുന്നുള്ളൂ. ചേച്ചി, എന്ന് ഞങ്ങൾ പോയി വരാം. മക്കളെ ശ്രദ്ധിച്ചു പോണേ. ശരി ചേച്ചി. ആവണി, അമ്മയില്ല അവിടെ? അമ്മ വീട്ടിലുണ്ട്. എന്നാ ശരി, നിങ്ങൾ ഇറങ്ങിക്കോ. ഇനി സംസാരിച്ച് ടൈം വൈകണ്ട. ആന്റി, എനിക്ക് ഐസ്ക്രീം മറക്കല്ലേ. അത് ഞാൻ മറക്കുവോ? എന്നാ ശരി ചേച്ചി. വേഗം പൊക്കോളൂ, ഇപ്പൊ ഒരു ബസ് ഉണ്ട്. വേഗം പോയി അത് കിട്ടും. ശരി. ആവണി, വേഗം വാ. മക്കള് പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞമ്മേ. ഇപ്പൊ അമ്മ നോക്കി, നല്ല വൃത്തിയായില്ലേ? ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതാണ് അമ്മയുടെ ഈ പാറൂസ്. എല്ലാം ഞാനാ ചെയ്തേ. അമ്മടി പുളിസു, എല്ലാം നീയല്ലേ ചെയ്തേ? എന്തായാലും ചേച്ചിയെക്കാളും ഞാനാ പുല്ല് പറിച്ചേ. അത് കൊള്ളാലോ. കളവ് പറയാൻ നിന്നെ കഴിഞ്ഞേ വേറെ ആരും ഈ ലോകത്തുള്ളൂ. ചേച്ചി തന്നെ കളവ് പറയല്ലേ. തുടങ്ങി രണ്ടും. അമ്മേ, ചേച്ചി പറയുന്ന അമ്മ കേട്ടില്ലേ? ഇത്രയും പുല്ല് പറിച്ച് വൃത്തിയാക്കിയിട്ട് ഞാനൊന്നും ചെയ്തില്ലെന്ന്. രണ്ടാളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തുമ്പിന്റെ വീട് വരെ പോയി വരാം. അമ്മേ, ഞാനുണ്ട്. വേണ്ട വേണ്ട, നീ ഇവിടെ നിന്നാ മതി. അമ്മ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടാളും പോയി കുടിക്കി. നല്ല വൃത്തിയായി കൈയൊക്കെ കഴുകിയിട്ട് പോയി ചായ കുടിക്കി രണ്ടാളും. അമ്മ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലമ്മേ, അമ്മ എന്തിനാ തുമ്പിന്റെ വീട്ടിൽ പോണപ്പം? നാളെ നിങ്ങളെ ലച്ചുവാന്റിനെ ഒരു കൂട്ടര് കാണാൻ വരുന്നില്ലേ? അത് പറയാനാ. വിളിക്കണമെന്ന് കരുതിയിരുന്നു, പക്ഷേ എല്ലാം റെഡി ആയിട്ട് വിളിക്കാന്ന് കരുതി. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയാ. എന്താ? എന്റെ മാഷാ ബിയർ ഇപ്പൊ തുടങ്ങും. അതായിരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. പിന്നെ ടിവി കാണുന്നതൊക്കെ കൊള്ളാം, വഴക്കുണ്ടാക്കരുത് കേട്ടല്ലോ. വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. ശരി. ചായ കുടിക്കുന്നതിന് മുന്നേ രണ്ടാളൊന്ന് മേല് കഴുകിക്കാളെ. ശരി അമ്മേ. അമ്മ വേഗം പോയിട്ട് വരാം. നന്ദുണ്ടാണ് ടിവി കാണുന്നേ. അവന്റെ ക്രിക്കറ്റ്. നന്ദു, ആ റിമോട്ട് ഇങ്ങ് താ. ഇപ്പൊ തന്നെ. നന്ദു, ഇതുവരെ നീ കണ്ടില്ലേ? ഇനി ഞങ്ങളൊന്ന് കാണട്ടെ. അതിന് ഞാൻ നിങ്ങളോട് കാണണ്ട എന്നൊന്നും പറഞ്ഞില്ലല്ലോ. വെച്ചിക്കോ. നിങ്ങളിപ്പോ ഇത് കണ്ടാ മതി. വെക്കത്തില്ലാന്ന് പറഞ്ഞാ വെക്കത്തില്ല. മര്യാദ റിമോട്ട് തന്നോ. ഞാനാ ആദ്യം റിമോട്ട് എടുത്തേ. തരൂല. അത്രക്കായോ? എന്നാ നീ ഒന്ന് ടിവി കാണുന്നത് കാണണല്ലോ. ഞാൻ ടിവി ഓഫ് ആക്കാൻ പോവാ. ദേവു, കളിക്കല്ലേ. റിമോട്ട് താ. തരമാട്ടെ. നീ എന്നാ പണ്ടുവേ? എന്താ ഇവിടെ? ഞാൻ അവിടുന്ന് നിങ്ങളെ മയക്ക് കേട്ട് ഇങ്ങോട്ട് വന്നേ. റിമോട്ട് തരുന്നില്ല. ഞങ്ങൾ കുറെ ചോദിച്ചു. എനിക്ക് സിനിമ കാണണം. അപ്പൊ ടിവിയാണ് പ്രശ്നം. നിങ്ങളോട് മൂന്നാളോണ്ട് ഞാൻ പറയാറുണ്ട് ടിവി കാണുമ്പോ വഴക്കുണ്ടാക്കരുതെന്ന്. ഒരു ടിവിയേ ഉള്ളൂ. നന്ദു, ഞാൻ പോകുമ്പോ നീ കാണല്ലായിരുന്നോ? നിനക്ക് മാത്രമാണോ? അവർക്കും കാണണ്ടേ? ആ റിമോട്ട് ഇങ്ങ് താ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് കൊടുക്കണമെന്ന്. അതെങ്ങനെ പറഞ്ഞാ കേൾക്കത്തില്ലല്ലോ മൂന്നും. അമ്മ, ഞങ്ങളല്ലല്ലോ. നിങ്ങളും കണക്കാ. ഇനി മൂന്നാൾക്കും റിമോട്ടില്ല. മര്യാദക്ക് മൂന്നാൾക്കും പറ്റുന്നൊന്ന് കണ്ടാ പോരായിരുന്നോ? അത് നടക്കത്തില്ലല്ലോ. 3 പേർക്കും വാശി. അമ്മേ, റിമോട്ട് എനിക്ക് താ. റിമോട്ട് മൂന്നാൾക്കും ഇപ്പൊ തരൂലെന്നല്ലേ പറഞ്ഞേ? മൂന്നും പോയി പഠിക്കാനുള്ളതൊക്കെ പഠിക്കി. ഹോംവർക്ക് ഒന്നുമില്ല നിങ്ങൾക്ക്? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുവേ. വേഗം പോയി പഠിക്കി. അത് കഴിഞ്ഞിട്ടേ റിമോട്ട് തരത്തുള്ളൂ. ശരി. 24 മണിക്കൂർ വായിക്കന്നെ. സീതേ. കൃഷ്ണേട്ടൻ എത്തിയോ? അല്ല, പിള്ളേരൊക്കെ എന്തേ? അവരെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ ഒരു ബഹളം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ട് അവരെടെ? പഠിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, റൂമിലുണ്ട്. സീത, എന്നാ നീ പറഞ്ഞതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പഠിക്കുന്നതാണോന്ന് പോയി നോക്കട്ടെ. പഠിക്കാൻ പറഞ്ഞാ വിട്ടേ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പഠിക്കുന്നുണ്ടാവോ? പിള്ളേർക്ക് അതിൽ ഐസ്ക്രീം ഉണ്ട്. നീ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്ക് വേഗം. മക്കള് പഠിക്കുകയാണോ? അമ്മയുമായി വഴക്കുണ്ടാക്കിയെന്ന് കേട്ടല്ലോ. എന്താ കാര്യം? അതിന് കാരണം അച്ഛന്റെ പുന്നാര നന്ദൂട്ടനാ. ഞങ്ങൾക്ക് റിമോട്ട് തന്നില്ല. എപ്പോഴുണ്ട് അവന്റെ ഒരു ക്രിക്കറ്റ്. ശരി ശരി, അച്ഛൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ മക്കൾ ഇനി പഠിച്ചോളി. അമ്മ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നല്ലേ പറഞ്ഞേ? അതെങ്ങനെ അച്ഛനറിയാ?
ആ അമ്മ പറഞ്ഞു. ശോ, ഞാൻ ചുമ്മാ പറഞ്ഞതാന്ന് കരുതി ഇനിയിപ്പോ ഇതൊക്കെ പഠിക്കണല്ലോ. ആവണിയാണല്ലോ അത്. ആവണിയോ? എവിടെ? തുമ്പിയുണ്ടോ കൂടെ? ഓ, തുമ്പിയും പൂമ്പാറ്റൊന്നുമില്ല. ലച്ചു ആണ് അവളെ കൂടെ ഉള്ളത്. ക്രിസ്റ്റി, തുമ്പിയെ കളിയാക്കുന്നേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാന്ന് നിനക്കറിയത്തില്ലേ? ഓ, അവന്റെ ഒരു തുമ്പി. ഞാനൊന്നും പറയുന്നില്ല. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയിട്ട് വല്ല കാര്യമൊന്നുമില്ല. എന്തെങ്കിലും വാങ്ങണം. എന്റെയിലാണെങ്കിൽ നയാ പൈസ ഇല്ല. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ വിലയാ. ഓ, കേറിന്ന് വിചാരിച്ച് എന്തെങ്കിലും വാങ്ങണമെന്നൊന്നുമില്ലല്ലോ. എല്ലാം നോക്കുന്ന പോലെ നമുക്ക് ആക്ട് ചെയ്യാം. എന്നിട്ട് ഒന്നും എടുക്കാതെ പോന്നാ പോരെ? ലച്ചേച്ചി, എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. അവിടെയാണ്. ലച്ചേച്ചിക്കുള്ള സാധനം നോക്കുമ്പോഴേക്കും ഞാൻ എന്റേതില്ല നോക്കട്ടെട്ടോ. അതന്നെ അവിടെ നല്ലേ. എന്നാ നമുക്ക് വേഗം പോവാലോ. നീ നിനക്കില്ലേ നോക്കിക്കോ, ഞാൻ എനിക്കില്ല നോക്കട്ടെ. ആ ശരി ലച്ചേച്ചി. 20 minutes later. ആവണി, ആ ക്രിസ്റ്റിയോ, നീ എന്താ ഇവിടെ? ഓ, നിനക്ക് മാത്രമേ ഇവിടെ വരാൻ പറ്റൂ? ഈ അങ്ങനെയല്ല. എന്നാ ശരി ക്രിസ്റ്റി, ഞാൻ ലച്ചേച്ചിന്റെ അടുത്തേക്ക് പോട്ടെ. ആവണി നിക്ക്. നീ എന്തിനാ എന്നെ പേടിക്കുന്നേ? എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒട്ടും ടൈമില്ല. അങ്ങനെ പറയല്ലേ. നിന്റെ സച്ചി അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോയില്ലേ? അത് ഏതായാലും നന്നായി. ആവണി, എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല. ഞങ്ങൾ പരിചയക്കാരല്ലേ. കണ്ടപ്പോ ഒന്ന് സംസാരിച്ചു എന്ന് മാത്രം. ആവണി, നിന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞേച്ചി. എന്നാ വാ, നമുക്ക് പോവാം. എന്നാ ശരി ആവണി, പിന്നീട് കാണാം. ആവണി, അവനെന്താ നിന്നോട് പറഞ്ഞേ? ഹാ, എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഡാ ക്രിസ്റ്റി, എന്തായി? എന്താവാന് ഒരു അരത്തിൽ പറഞ്ഞു വരികയായിരുന്നു. അപ്പോഴേക്കും ലച്ചു കയറി വന്നില്ലേ? പിന്നെ ഒരു സീനാക്കണ്ടെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്നു. നീ ടെൻഷൻ ആവണ്ട. ഇനി കാണുമ്പോ സംസാരിക്കാലോ. വാ, നമുക്ക് പോവാ. അവര് പോയില്ലേ?